അഞ്ചലിൽ 24-കാരിയായ യുവതിയെയും 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊന്നത് കേരളത്തെയാകെ നടുക്കിയ സംഭവമായിരുന്നു. 2006-ലായിരുന്നു അതിനിഷ്ഠൂരമായ ആ കൊലപാതകങ്ങൾ. അവിവാഹിതയായ യുവതി ഗർഭിണിയായതോടെ കാമുകൻ ഗർഭമരസിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതിന് തയ്യാറാവാതെ യുവതി പ്രസവിക്കുകയും പരാതി നൽകുകയും ചെയ്തതോടെയാണ് അരുംകൊലകൾ ആസൂത്രണം ചെയ്തത്. സ്വന്തം ചോരയിൽ പിറന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം അയാൾ ഇല്ലാതാക്കിയത് ഉറ്റ സുഹൃത്തിൻ്റെ സഹായത്തോടെയായിരുന്നു. സൈനികരായ പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും അന്വേഷണ ഏജൻസികൾക്കൊന്നും അവരെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ 19 വർഷത്തിന് ശേഷം ആ പ്രതികൾ പിടിയിലായിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ 19 വർഷത്തിന് ശേഷം പിടിയിൽ. അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരെ പോണ്ടിച്ചേരിയിൽ നിന്നാണ് CBI പിടികൂടിയത്. ഇരുവരും അവിടെ ആൾമാറാട്ടം നടത്തി ജീവിക്കുകയായിരുന്നു. വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കവെയാണ് പ്രതികൾ വലയിലായത്. ദിബിൽ കുമാറിന്റെ കാമുകിയായിരുന്ന രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയുമാണ് ഇരുവരും ചേർന്ന് കഴുത്തറുത്ത് കൊന്നത്. ഏറെ കോളക്കമുണ്ടാക്കിയ കേസിൽ രാജ്യത്തിനകത്തും പുറത്തും വർഷങ്ങളോളം തേടിയ പ്രതികളെയാണ് ഒടുവിൽ പിടികൂടാനായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി മാസത്തിലാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയും അവിവാഹിതയുമായ രഞ്ജിനിയും 2 പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത്. ഈ കേസിൽ സൈനികരായ ദിബിൽ കുമാറിനും രാജേഷിനും പങ്കുണ്ടെന്ന സംസ്ഥാന പോലീസും CBIയും കണ്ടെത്തിയിരുന്നു. അതിനിഷ്ഠൂരമായ കൊലപാതകത്തിന് ശേഷം സൈന്യത്തിലേക്ക് ഇവർ തിരിച്ചുപോയില്ല. 2006 മുതൽ ഇരുവരും ഒളിവിൽ കഴിയുകയായിരുന്നു. ഇരുവരും രാജ്യത്തിന് പുറത്തേക്ക് പോയി എന്ന രീതിയിലായിരുന്നു അന്വേഷണം തുടർന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഇരുവരെയും കുറിച്ചുള്ള വിവരം CBI ചെന്നൈ യൂണിറ്റിൽ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോണ്ടിച്ചേരിയിൽ നിന്നും ഇവരെ പിടികൂടുന്നത്. മറ്റൊരു വിലാസത്തിൽ വ്യാജ പേരുകളിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു ഇരുവരും. ഈ വിവാഹത്തിൽ ഇവർക്ക് കുട്ടികളുമുണ്ട്. കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തിന് ആധാരമായി പോലീസും നാട്ടുകാരും പറയുന്നത് ഇങ്ങനെ: ഏറം സ്വദേശിയായ രഞ്ജിനിയും സൈനികനായ ദിബിൽ കുമാറും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ദിബിൽ കുമാറിന് രഞ്ജിനിയിൽ ജനിച്ചതാണ് ഇരട്ടക്കുട്ടികൾ. പക്ഷേ കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇയാൾ തയ്യാറായില്ല. രഞ്ജിനിയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ DNA പരിശോധനയ്ക്ക് വനിതാ കമ്മീഷൻ ഉത്തരവിട്ടതിന് പിന്നാലെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്താണ് ദിബിൽ കുമാറും സുഹൃത്ത് രാജേഷും അവിടെ എത്തി രഞ്ജിനിയെയും വെറും 17 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. നാട്ടിലേറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു. 2006 ഫെബ്രുവരി 10-ാം തീയതി രാവിലെ ഞാൻ ഇതുവരെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടക്കുന്നതായിട്ട് ഫോൺ സന്ദേശം വരികയും ഞാൻ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് പോലീസ് വിവരം അറിയിക്കുകയും പോലീസും എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നാട്ടുകാരും തള്ളയും മാത്രമേ ഉള്ളൂ, കുറച്ച് പേരും പരിസരവാസികളേ ഉള്ളൂ. കതവ് തുറന്നകത്ത് കയറുമ്പോൾ കാണുന്നത് ഈ രഞ്ജിനി എന്ന് പറയുന്ന സ്ത്രീ കഴുത്തറ്റ് അവിടെ കിടക്കുന്നു. അകത്ത് മുറിയിൽ കൊച്ചുങ്ങളിങ്ങനെ കഴുത്തറ്റ് ഇങ്ങനെ ഇറംഭരിച്ച നിലയിലുമാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2006 ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇരുവരും അവധിയിലായിരുന്നുവെന്ന് കണ്ടെത്തി. രഞ്ജിനി പ്രസവത്തിന് ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടെ എത്തിയ രാജേഷ് കുടുംബവുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ഇവരാണ് കുറ്റവാളികളെന്ന് വ്യക്തമായതോടെ പോലീസ് നാട് മുഴുവൻ വലവിരിച്ചുവെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പത്താൻകോട്ടെ മിലിറ്ററി ക്യാമ്പിൽ തിരിച്ചെത്താതിരുന്നതോടെ സൈന്യവും ഇവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു. പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും തുടർന്ന് CBIയും അന്വേഷണം ഏറ്റെടുത്തുവെങ്കിലും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഒടുവിൽ സംഭവം നടന്ന 19 വർഷം എത്തുമ്പോഴാണ് പ്രതികൾ കുടുങ്ങിയത്. പേരും രൂപവുമൊക്കെ മാറ്റി പോണ്ടിച്ചേരിയിൽ ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇരുവരും. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വർക്കലയിൽ കുടുംബവഴക്കിനെ തുടർന്ന് സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം.
വർക്കല പുന്നമൂട് സ്വദേശി അനിൽകുമാറിനാണ് വെട്ടേറ്റത്. ഇയാളുടെ ഇളയ സഹോദരൻ ശ്രീജിത്തിനെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീജിത്ത് കിടന്നുറങ്ങുമ്പോൾ മുറിക്കുള്ളിൽ തീ കൊളുത്താൻ അനിൽകുമാർ ശ്രമിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ശ്രീജിത്ത് കിടന്നുറങ്ങവേ ആ മുറിക്കുള്ളിലേക്ക് വാതിലിനടിയിലൂടെ മണ്ണെണ്ണ പോലെയുള്ള ദ്രാവകം ഒഴിച്ച് അനിൽകുമാർ തീ കൊളുത്തി. തീ പടർന്നു പിടിക്കുന്നത് കണ്ട് ഇവരുടെ അമ്മ വെള്ളം ഒഴിച്ച് തീ കെടുത്തുകയും ശ്രീജിത്തിനെ വിളിച്ചുണർത്തുകയും ചെയ്തു. തുടർന്ന് സഹോദരന്മാർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. വഴക്കിനിടെ അനിൽകുമാറിനെ ശ്രീജിത്ത് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. 40-കാരനായ അനിൽകുമാറിന്റെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അനിൽകുമാറിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരം അറിഞ്ഞെത്തിയ വർക്കല പോലീസ് ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. അനിൽകുമാറിന്റെ കുടുംബവും ഈ വീട്ടിൽ തന്നെയാണ് താമസം. സഹോദരന്മാർ തമ്മിൽ വഴക്ക് പതിവാണെന്നാണ് വിവരം. ലഹരി ഉപയോഗിച്ച ശേഷമാണോ ആക്രമണമെന്നും സംശയമുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. തരം കിട്ടുമ്പോഴൊക്കെ സാധാരണക്കാരുടെ മേൽ കുതിര കയറുന്നത് പോലീസുകാരുടെ പൊതു സ്വഭാവമാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് ഒടുവിലത്തെ സംഭവം. യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായാണ് പരാതി. ആറ്റിങ്ങൽ ചെമ്പൂർ സ്വദേശി നിഖിലിനാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. ഡിസംബർ 31 രാത്രി 10-നും 10:30-ക്കും ഇടയിലായിരുന്നു സംഭവം. വീടിനടുത്ത് താമസിക്കുന്ന സുഹൃത്തായ അഖിലിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി പോയതായിരുന്നു നിഖിൽ. അവിടെ എത്തിയപ്പോൾ അഖിലിന്റെ അച്ഛൻ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയായിരുന്നുവെന്ന് നിഖിൽ പറയുന്നു. തുടർന്ന് അഖിലും അച്ഛനും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഇരുവരെയും പിടിച്ചുമാറ്റിയ ശേഷം റോഡിൽ വന്ന് നിൽക്കുമ്പോൾ സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഒരു കാരണവും കൂടാതെ മർദ്ദിച്ചു എന്നാണ് പരാതി. നിഖിലിന്റെ ദേഹമാസകലം അടിയേറ്റ പാടുകളും കൈക്ക് പൊട്ടലുമുണ്ട്. എൻ്റെ കൂട്ടുകാരനും എൻ്റെ അച്ഛനും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ സാക്ഷി പറയണമെന്ന് ആയിട്ടാണ് അവനും എൻ്റെ ബന്ധുക്കളും കൂടെ എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവർ വന്നിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് എന്താണ് കാര്യമെന്ന് കൂടി ചോദിക്കാതെ എന്നെ ക്രൂരമായി മർദ്ദിച്ചത് മാത്രമല്ല എന്നെ 3 പേരും കൂടെ തള്ളിയിട്ടിട്ട് എന്നെ ചവിട്ട് രാത്രി കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വയറ്റിൽ. എന്നിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. എന്നിട്ട് നീ പോടാ നീ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് തെറ്റിയതെന്ന് ഞാൻ ചോദിക്കുമ്പോഴും എന്നെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടാൽ അറിയുന്ന 5 പോലീസുകാർ ചേർന്നാണ് മർദ്ദിച്ചത് എന്ന് നിഖിൽ പറഞ്ഞു. നേരത്തെ തന്നെ ഡിസ്ക് പ്രശ്നത്തിന് ഇയാൾ ചികിത്സയിലായിരുന്നു. നിഖിലിന്റെ അമ്മ ജയ ആറ്റിങ്ങൽ SHOയ്ക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. മകൻ മദ്യപാനിയല്ലെന്നും ഒരു പെറ്റി കേസ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ജയ പറയുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ആറ്റിങ്ങൽ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നതിന് പിന്നാലെ മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. RSS BJP പ്രവർത്തകരായ 9 പേരാണ് കേസിലെ പ്രതികൾ. ഇവർക്കുള്ള ശിക്ഷ ജനുവരി 7-ന് വിധിക്കും.
കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് കേസിൽ കോടതി വിധി പ്രസ്താവിക്കുന്നത്. RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, AV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികളിലൊരാളായ KT അജേഷ് മരിച്ചു. ചൊവ്വാഴ്ച കോടതി ശിക്ഷ വിധിക്കും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിധിയറിഞ്ഞ് റിജിത്തിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. വിധിയിൽ ആശ്വാസമെന്ന് റിജിത്തിന്റെ സഹോദരി. ഒക്ടോബർ 3 കൊലപാതകം. സുഹൃത്തുക്കളോടൊപ്പം നടന്നുവരവെ ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് വച്ച് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. റിജിത്തിനൊപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റിരുന്നു. 28 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 59 രേഖകൾ, 50 തൊണ്ടിമുതലുകൾ തുടങ്ങിയവയും പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ഹാജരാക്കി. News 18 കണ്ണൂർ. ചെറിയ തർക്കങ്ങൾ പോലും വലിയ അക്രമങ്ങളിൽ കലാശിക്കുന്ന കാലമാണിത്. തിരുവനന്തപുരം കാട്ടാക്കട എട്ടുരുത്തിയിൽ ഇലക്ട്രോണിക്സ് കടയിൽ ആക്രമണം. കടയിലെ ജീവനക്കാരനെ മർദ്ദിച്ച സംഘം ടെലിവിഷനുകൾ തല്ലി തകർത്തു. കടയിൽ നിന്ന് വാങ്ങിയ TV കേടായതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുറ്റിച്ചൽ സ്വദേശി അജേഷ് കുമാറിന്റെ കടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അക്രമമുണ്ടായത്. കൂന്താണി സ്വദേശി രാജീവാണ് അക്രമം നടത്തിയതെന്ന് കടയുടമ കാട്ടാക്കട പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് ഈ കടയിൽ നിന്ന് രാജീവ് 1500 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് TV വാങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് കേടായി എന്ന് പറഞ്ഞാണ് രാജീവും മകനും ഇവിടെ എത്തിയത്. നന്നാക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും കേൾക്കാതെ TV കടയുടെ മുന്നിൽ എറിഞ്ഞു പൊട്ടിച്ചു. ഇവിടെ നിന്ന് പോയ ശേഷം 2-3 പേരുമായി മടങ്ങി വന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു TV ഇങ്ങനെ സെക്കൻഡ് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഈ കക്ഷിക്ക്. പക്ഷെ എനിക്ക് പുള്ളി ഇപ്പം നേരെ വ്യക്തമായിട്ട് ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോടടുത്ത് ഇവിടെ കടയിൽ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കടയിലെ ഓണറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി നോക്കിയിട്ട് പറഞ്ഞിട്ട് ചെറിയ കുഴപ്പമുണ്ട്, നോക്കിത്തരാം, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപ് ഈ കൊച്ചി TV അതിനെടുത്ത് തറയിൽ അടിച്ചിട്ട് അതിനെ ചുറ്റി അങ്ങ് കടയ്ക്ക് അകത്തോട്ട് എറിഞ്ഞു. കടയിലെ ജീവനക്കാരനായ ജോർജിന് മർദ്ദനമേറ്റു. വാൾ ഉപയോഗിച്ച് കടയിൽ ഉണ്ടായിരുന്ന ടെലിവിഷനുകൾ വെട്ടി നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. മാരകായുധങ്ങളുമായാണ് സംഘം എത്തിയതെന്ന് പ്രദേശവാസികളും മൊഴി നൽകിയിട്ടുണ്ട്. കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. ഓൺലൈൻ തട്ടിപ്പിൽ മലയാളികൾക്ക് പണം പോകുന്നത് പുതിയ കാര്യമല്ല. എന്നാൽ വൻ തട്ടിപ്പ് സംഘത്തിന്റെ ആസൂത്രകനും ഒരു മലയാളി തന്നെയാണെന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ച കാര്യമാണ്. തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 2 കോടി രൂപ തട്ടിയ കേസിലാണ് കംബോഡിയ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയ മലയാളി യുവാവ് പിടിയിലായത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മനുവിനെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലെ മുഖ്യ ആസൂത്രകനാണ് മനുവെന്ന് പോലീസ് പറഞ്ഞു. ഓൺലൈൻ തട്ടിപ്പിലൂടെ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 2 കോടി രൂപ തട്ടിയ കേസിലാണ് മുഖ്യപ്രതി പിടിയിലായത്.
തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിന്നാണ് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മനുവിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ മനുവിനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഓൺലൈൻ വഴി മനു കോടികളാണ് തട്ടിയെടുത്തത്. കംബോഡിയയിൽ കോൾ സെന്റർ സജ്ജമാക്കിയായിരുന്നു തട്ടിപ്പ്. ഓൺലൈൻ വഴി നിക്ഷേപ പദ്ധതിയിൽ ചേർത്ത് പണം തട്ടിയ കംബോഡിയൻ സംഘത്തിലെ മുഖ്യ ആസൂത്രകനാണ് മനുവെന്ന് പോലീസ് പറഞ്ഞു. ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കേരളത്തിൽ നിന്നുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യും. അവർ വഴി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി സൗഹൃദം സ്ഥാപിച്ച് വ്യാജ നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ജൂണിലാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവാവിൽ നിന്ന് പല ഘട്ടങ്ങളായി 2 കോടി രൂപ മനു തട്ടിയെടുത്തത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇയാളെ തട്ടിപ്പിന് ഇരയാക്കിയത്. യുവാവിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് വ്യാജ സിമ്മുകൾ വിൽപ്പന നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ബാങ്ക് അക്കൗണ്ട് വിൽപ്പന നടത്തിയ ആളെയും കമ്മീഷൻ വ്യവസ്ഥയിൽ വാടകയ്ക്ക് നൽകിയ ആളെയും അറസ്റ്റ് ചെയ്തു. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് മനു പിടിയിലായത്. ഉത്തരേന്ത്യൻ തട്ടിപ്പ് സംഘങ്ങളുടെ മാതൃകയിൽ വൻ സൈബർ തട്ടിപ്പ് നടത്താൻ നേതൃത്വം നൽകിയത് മലയാളി തന്നെയാണെന്ന വിവരം അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇയാൾ നടത്തിയ മറ്റ് തട്ടിപ്പുകളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാസർഗോഡ് മണൽ മാഫിയയുമായി ബന്ധമുള്ള പോലീസുകാർക്കെതിരെ നടപടി. ബേക്കൽ, മേൽപ്പറമ്പ സ്റ്റേഷനുകളിലെ 7 പോലീസുകാരെയാണ് AR ക്യാമ്പിലേക്ക് മാറ്റിയത്. ബേക്കൽ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയാണ് ഇവരെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പോലീസുകാരുടെ മണൽ മാഫിയ ബന്ധം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പോലീസ് പട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബേക്കൽ, മേൽപ്പറമ്പ സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് നടപടി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി വിവരങ്ങൾ മണൽക്കടത്ത് സംഘത്തലവന് ചോർത്തി നൽകിയെന്നാണ് ഇവർക്കെതിരെയുള്ള കണ്ടെത്തൽ. 7 പോലീസുകാർക്കെതിരെ ബേക്കൽ ഡിവൈഎസ്പി VV മനോജ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. 2 ഡ്രൈവർമാർ ഉൾപ്പെടെ 7 പേരെയും AR ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റിയത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നത്. പോലീസ് സ്റ്റേഷനിലെ ഓരോ ദിവസത്തെയും ഡ്യൂട്ടി വിവരങ്ങളും നീക്കങ്ങളും മണൽ മാഫിയയ്ക്ക് ചോർത്തി നൽകിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഡ്യൂട്ടിയിൽ ആരൊക്കെയാണുള്ളതെന്ന ഔദ്യോഗിക വിവരങ്ങളാണ് ഇവർ ചോർത്തി നൽകിയിരുന്നത്. ചട്ടഞ്ചാൽ, ബണ്ടിച്ചാൽ പ്രദേശത്തെ മണൽക്കടത്ത് സംഘത്തിനാണ് വിവരങ്ങൾ കൈമാറിയത്. ചന്ദ്രഗിരി പുഴയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും തീരദേശ മേഖലകളിൽ നിന്നും രാത്രി തുടങ്ങി പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ മണലെടുപ്പും കടത്തും നടത്തുന്ന സംഘമാണിവർ. ബേക്കൽ, മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ലോറിയിൽ ഇവരുടെ മണൽക്കടത്ത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും ഇവരുടെ ലോറി പിടികൂടാൻ സാധിക്കാറില്ല. ഇതോടെയാണ് പോലീസിൽ തന്നെ ഒറ്റുകാരുണ്ടെന്ന സംശയം ബലപ്പെട്ടത്. പെട്രോളിങ്ങിനിടെ മണൽക്കടത്ത് സംഘത്തലവൻ പോലീസിന് മുന്നിൽപ്പെടുകയും ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതോടെയാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. മണൽക്കടത്ത് സംഘങ്ങൾക്ക് പോലീസുകാർ അയച്ച സന്ദേശങ്ങൾ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് പ്രധാന തെളിവായി. നേരത്തെ കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്തും മണൽ മാഫിയ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കൊട്ടാരക്കരയിൽ മദ്രസയിൽ പട്ടാപ്പകൽ മോഷണം. അധ്യാപകരുടെ 6000 രൂപ കവർന്നു. കൊട്ടാരക്കര ഹയാത്തുലിമാൻ അറബിക് കോളേജിന്റെ മദ്രസയിലാണ് കവർച്ച നടന്നത്. മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെള്ളിയാഴ്ച
ജുമാ നമസ്കാരം നടക്കുന്നതിനിടെയാണ് മദ്രസയുടെ മുകളിലത്തെ നിലയിൽ മോഷണം നടന്നത്. അധ്യാപകരായ ഫർസീൻ, സിദ്ദിഖ് എന്നിവരുടെ പണമാണ് മുറിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അലമാരയ്ക്കുള്ളിൽ പഴ്സിൽ സൂക്ഷിച്ചിരുന്ന പണത്തിന് പുറമെ പ്ലാസ്റ്റിക് വഞ്ചിയിലുള്ള പണവും നഷ്ടമായി. മോഷ്ടാവ് കൊണ്ടുവന്ന കത്രിക മുറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജുമാ നമസ്കാരം നടന്ന സമയത്താകാം മോഷണം നടന്നതെന്ന് അധ്യാപകർ പറയുന്നു. സാധാരണ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ദുആയും കഴിഞ്ഞ് ഞങ്ങൾ സാധാരണ ഓഫീസിലിരുന്നു. ഇവിടെ ഭക്ഷണം കഴിക്കാനും ഡ്രസ്സ് മാറാൻ വേണ്ടി തിരിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ എൻ്റെ റൂം തുറന്ന് കിടക്കുന്നു. നോക്കിയപ്പം ബെഡും ബാഗുകളെല്ലാം അല്ലെങ്കിൽ തുറന്ന് ഫുൾ ഓപ്പണായിട്ട് കിടക്കുക. ഒരു പെട്ടെന്ന് ഷോക്കായി അലമാരി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരു സാലറി ഇനത്തിലൊരു പൈസ 8,000 രൂപ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 സ്ഥലത്തായിട്ട് ഒരു പേപ്പറിനടിയിൽ. അത് കാണുന്നില്ല. മറ്റു ഉസ്താദിൻ്റെ റൂം തുറന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അലമാരി തുറന്നിട്ട് അലമാരിക്കകത്തുള്ള 27,000 രൂപയോളം വീട് പണിക്ക് വേണ്ടി വെച്ചിരുന്ന പൈസയാണ്. അപ്പോൾ ആ പൈസയും ഇങ്ങനെ പോയതായിട്ട് കാണാൻ സാധിച്ചു. മാസ്ക് ധരിച്ചയാൾ ഉച്ചയ്ക്ക് 1:30 കെട്ടിടത്തിന് മുകളിൽ നിന്ന് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം കാണാൻ വെക്കാതെ നമുക്ക് ഇങ്ങനെയുള്ളൊരു രീതിയിലുള്ള പോക്കായിരുന്നു കണ്ടത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിസ്കരിച്ചിട്ട് പോകാമെന്നല്ലോ മാസ്ക് ഉണ്ടായിരുന്നു. പോയി ഈ മുഖം വ്യക്തമായിട്ട് കാണാൻ രക്ഷകർത്താക്കൾ വന്നാലും മേളിൽ പിള്ളേരുടെ റൂം കാണാൻ പോകും. അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ വെള്ളിയാഴ്ച ഇല്ലേ ഒന്ന് കൊടുക്കും, അപ്പുറത്ത് പൈപ്പുണ്ട്, അവിടെ സംഭവത്തിൽ മദ്രസ അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTVയിൽ പതിഞ്ഞ ആളുടെ രൂപസാദൃശ്യമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പട്ടാപ്പകൽ മദ്രസയിൽ നടന്ന മോഷണം പ്രദേശവാസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കിയിലെ കുപ്രസിദ്ധ മോഷ്ടാവാണ് കാമാക്ഷി SI എന്നറിയപ്പെടുന്ന ബിജു. കട്ടപ്പനയിലെ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 120 കിലോ ഏലക്ക മോഷണം പോയ കേസിൽ അന്വേഷണം നീളുന്നത് ബിജുവിലേക്കാണ്. കട്ടപ്പന ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. ഏലക്കയ്ക്ക് വിലയേറിയതോടെ മോഷണം വർദ്ധിച്ചത് വ്യാപാരികളെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കട്ടപ്പന ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന RMS സ്പൈസസിലാണ് പുലർച്ചെ 1:15 മോഷണം നടന്നത്. 120 കിലോ ഏലക്ക നഷ്ടമായി. കട്ടപ്പന ട്രീസ എഞ്ചിനീയേഴ്സ് ഗുഡ്സ് ഓട്ടോറിക്ഷയും ഏലക്ക കടത്താനായി മോഷ്ടിച്ചു. ഈ വാഹനം ചെറുതോണി പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കെട്ടിടത്തിന്റെ ഉള്ളിൽ കടക്കാതെ അടിവശത്തെ നിലയിലെ ജനാല തകർത്ത് ചാക്ക് തുരന്ന് ഏലക്ക മോഷ്ടിക്കുകയായിരുന്നു. ജനാലയിലൂടെ ചാക്കിൽ നിന്ന് ഏലക്ക വാരിയെടുത്ത് കൈവശമുണ്ടായിരുന്ന മറ്റൊരു ചാക്കിൽ നിറച്ചു. 3 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഏലക്ക നഷ്ടമായിട്ടുണ്ട്. 3-ാം തീയതി പുലർച്ചെ 1:12-നും 3:30-ഇടയ്ക്ക് 2 ചെറുപ്പക്കാർ, അതിനകത്ത് വിഷ്വൽ കാണാം, ക്യാമറയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ട്. അവർ വന്ന് 3 ചാക്കുകൾ ഇറക്കുക, അതായത് 120 കിലോ ഗ്രേഡ് ചെയ്ത കായ സിറ്റുസോണാണ്. ഒരു ഓട്ടോറിക്ഷ മഞ്ഞ പെട്ടി ആപ്പയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ഈ കായ ഏതെങ്കിലും കടകളിൽ എത്തുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി SI എന്നറിയപ്പെടുന്ന ബിജുവും മറ്റൊരാളും ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് സംശയിക്കുന്നത്. സ്ഥാപനത്തിന്റെ പുറത്ത് ജനാലയോട് ചേർന്ന് ഏലക്ക കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. ജനാലയുടെ കമ്പികൾ മുറിക്കാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാക്കൾ പിന്നീട് ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത്. കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ കണ്ടെത്തി. ഷനാഷറിനെ കണ്ടെത്തിയത് ഗോവയിൽ നിന്ന്. തിരുവനന്തപുരം മംഗലപുരത്ത് ലഹരി മാഫിയ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു.
ഖബറടി സ്വദേശി നൌഫലിനാണ് വെട്ടേറ്റത്. കൊല്ലം ഇരവിപുരത്ത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളിയെ കാപ്പ ചുമത്തി നാടുകടത്തി. നാടുകടത്തിയത് ഇരവിപുരം സ്വദേശി 26-കാരൻ സെയ്താലിയെ. തൃശൂർ മടക്കത്തറയിൽ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ. പോളി ജോർജിനെയാണ് 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ദേവി ക്ഷേത്രത്തിൽ മോഷണം. ഇത് 3-ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. ഡൽഹിയിൽ സഹപാഠിയുമായുള്ള തർക്കത്തെ തുടർന്ന് 14-കാരനെ കുത്തിക്കൊന്നു. രാജകീയ സർവോദയ ബാലവിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്ന ഇഷു ഗുപ്തയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 5 പേരുൾപ്പെടെ 7 പേരെ പോലീസ് പിടികൂടി. സമാനമായൊരു സംഭവം തിരുവനന്തപുരം പൂവച്ചലിലുമുണ്ടായി. പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥി അസ്ലമിന് കുത്തേറ്റു. ശ്വാസകോശം തുളച്ച് കുത്തേറ്റ വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിലാണ്. +1 വിദ്യാർത്ഥികളായ 4 പേർ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. 1 മാസം മുമ്പ് സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന് തുടർച്ചയായാണ് വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൗമാരക്കാരിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്ക് ലഹരി ഉപയോഗമടക്കം പല കാരണങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർക്കും പോലീസിനും മാത്രമല്ല ബാധ്യത. രക്ഷിതാക്കളും കൂടുതൽ കരുതലെടുക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.